ലണ്ടൻ, ന്യൂയോർക്ക്, ദുബായ് ഈ 3 മേജർ സിറ്റീസിലും നിങ്ങളൊരു പ്രോപ്പർട്ടി എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാശ് ഉണ്ടാക്കാൻ പോകുന്നത് ഏത് സിറ്റിയിലാണ് നമുക്കിപ്പോൾ നോക്കാം. അതാണ്ട് ആവറേജ് റെന്റൽ yield ആണ് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ലണ്ടനിൽ മേടിക്കുവാണെങ്കിൽ വെറും 2 to 3% മാത്രമേ ഉള്ളൂ. ന്യൂയോർക്കിലാണെങ്കിലോ വെറും 2 to 4% മാത്രം. പക്ഷേ ദുബായിലാണെങ്കിൽ ഏകദേശം 6 to 9% ആണ് പ്രൈം ഏരിയസിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പറ്റുന്നത്. അത് ഷോർട്ട് ടേം റെന്റിൽ നോക്കുവാണെങ്കിൽ അപ് ടു 15% വരെ നമുക്ക് ഇയർലി എടുക്കാൻ പറ്റും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ അപ്രിസിയേഷൻ കിട്ടാൻ വേണ്ടിയാണ്, അവരുടെ കാശ് ഇരട്ടിക്കാൻ വേണ്ടിയാണ്. സോ ഈ മാർക്കറ്റിൽ എത്രയാണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് നോക്കാം. ലണ്ടനിൽ നോക്കുവാണെങ്കിൽ വെറും 2 to 4% ആണ് നമുക്ക് ഇയർലി കിട്ടുന്നത്. ന്യൂയോർക്കിലാണെങ്കിൽ ഏകദേശം 3 to 5%. പക്ഷേ ദുബായിലാണെങ്കിലോ ഏകദേശം 7 to 10% ആണ് കിട്ടുന്നത്. നിങ്ങളൊരു ലക്ഷറി പ്രോപ്പർട്ടി എടുക്കുകയാണെങ്കിൽ ഏകദേശം 30% വരെ ഇയർലി നിങ്ങൾക്ക് ഒരു ക്യാപിറ്റൽ അപ്രിസിയേഷൻ കിട്ടുന്നതാണ്. അത് മാത്രമല്ല ലോകത്തെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ടാക്സസ്. സോ ഈ 3 സിറ്റീസിലും ഏറ്റവും കുറവ് ടാക്സ് എവിടെയാണെന്ന് നോക്കാം. സോ ആദ്യമേ തന്നെ പ്രോപ്പർട്ടി ടാക്സ്, ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, റെന്റൽ ഇൻകം ടാക്സ് ആണ് നമ്മൾ നോക്കുന്നത്. ലണ്ടനിലാണെങ്കിൽ പ്രോപ്പർട്ടി ടാക്സ് ഏകദേശം 1% ആണ് ഇയർലി വരുന്നത്. ന്യൂയോർക്കിലാണെങ്കിൽ ഇതാണ്ട് പ്രോപ്പർട്ടി ടാക്സ് ഏകദേശം 1 to 1.18 ആണ് വരുന്നത്. പ്രോപ്പർട്ടി ടാക്സ് ദുബായിൽ വരുന്നതാണെങ്കിൽ 0 ആണ്. അത് കണക്ക് തന്നെ റെന്റൽ ഇൻകം ടാക്സ് ആണെങ്കിൽ ഏകദേശം 18 to 28% വരെ ലണ്ടനിൽ വരുന്നുണ്ട്. ന്യൂയോർക്കിൽ നോക്കുവാണെങ്കിൽ 15 to 20% ആണ് ഇയർലി വരുന്നത്. പക്ഷേ ദുബായിൽ അഗൈൻ നോക്കുവാണെങ്കിലും 0% ആണ്. റെന്റൽ ഇൻകം ടാക്സും അത് കണക്ക് തന്നെ ഏകദേശം അപ് ടു 45% വരെ ലണ്ടനിൽ വരുന്നുണ്ട്. ന്യൂയോർക്കിലാണെങ്കിൽ അപ് ടു 37% വരെ വരുന്നുണ്ട്. പക്ഷേ ദുബായിലാണെങ്കിൽ അഗൈൻ 0%. അതുകൊണ്ട് തന്നെയാണ് ഈ മേജർ സിറ്റീസിലെല്ലാം ആൾക്കാർ പ്രോപ്പർട്ടി വിറ്റിട്ട് ദുബായിലോട്ട് മൂവ് ചെയ്യുന്നത്. കാരണം വേറെ ഒന്നുമില്ല, ഈ 3 ടാക്സും ഇവിടെ 0 ആണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാക്കുന്നതിൽ ഇരട്ടി കാശല്ല, 3 ഇരട്ടി കാശാണ് ഇവിടെ ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നേരത്തെ ആൾക്കാർ ഉണ്ടാക്കുന്നത്. അത് മാത്രമല്ല മേജർ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്ട് ഈ കാണുന്ന ഗോൾഡൻ വിസയാണ്. വേറെ ഒന്നുമില്ല, ഈ ഒരു സിറ്റീസിലൊന്നും ഒരിക്കലും ഒരു ഗോൾഡൻ വിസ കിട്ടത്തില്ല. പക്ഷേ ഇവിടെ വെറും 2 million വർത്ത് ഓഫ് ഒരു പ്രോപ്പർട്ടി മേടിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഒരു ഗോൾഡൻ വിസ കിട്ടും. അത് നിങ്ങളുടെ ഫാമിലിക്ക് മൊത്തമായിട്ട് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല നിങ്ങളുടെ ഫാമിലി ആയിട്ട് ദുബായിലോട്ട് മൂവ് ചെയ്ത് നല്ലൊരു ജീവിതം ജീവിക്കാൻ പറ്റും. സോ നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക, ആസ് ആൻ ഇൻവെസ്റ്റർ ഇത്രയും ഡീറ്റെയിൽ നിങ്ങൾക്ക് കിട്ടി. ഇപ്പം ഇതിനകത്ത് ഏതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്താലാണ് നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റിൽ പറഞ്ഞുതരാം.